MLA ഭാഗത്തു നിന്ന് മാത്രമല്ല എല്ലാ അധികാരികളുടെ ഭാഗത്തുനിന്നും കിട്ടുന്നത് അറിയിക്കുന്ന അവഗണനയാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് മാതിരിയാണ് സംഗതികൾ കൊണ്ടുവന്നത്. എല്ലാ രീതിയിലും അത് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തതാണ്. നമ്മളെ നാട്ടുകാരെ 2020 മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ മലിനജലം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. DMO അത് പൂട്ടാൻ ഉത്തരവിട്ടിട്ടുള്ള സ്ഥാപനമാണ് എന്നാണ്. അവരെ കുണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സോപ്പിട്ട് അത് ശാസ്ത്രീയമായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. സാധനം വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അടിയിൽ മണ്ണിലേക്ക് തന്നെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 10-13 വീട്ടിലെ കിണറിലെ വെള്ളം കുടിക്കാൻ പോയിട്ട് ടോയ്ലറ്റിൽ വരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ 2.5 വർഷമായി സമരം പോയിട്ടുണ്ട്. 2 വർഷം മുന്നേ പരാതി എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിന്റെ എടുക്കലുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും പരിഗണിക്കാന്ന് പറഞ്ഞിട്ട് രോഗികളെ സൈഡ് മാത്രം നിൽക്കുകയാണ്. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുതൽ എല്ലാവരും ഇവിടെ അവരെ വെള്ളം കൊണ്ടാണ് നമ്മളെ കുടിവെള്ളം മോശമായിട്ടില്ല എന്നുള്ള രീതി. 100 വർഷം പഴക്കമുള്ള കിണർ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം MLA ഇത് അവഗണിക്കലാണ്. അപ്പൊ ഇന്ന് അംഗനവാടി ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവര് അഴുക്ക് ജലം പൈപ്പ് ഇട്ടിട്ട് ഒഴുക്കിയ സ്ഥലത്താണ് ചെയ്യുന്നത്. 1.5 വർഷത്തോളം അവിടെ ഒഴുക്കിയാണ്. നമ്മളത് കണ്ടുപിടിച്ച് ചെടിയെല്ലാം കരിഞ്ഞിട്ടില്ല. അതെല്ലാം വിഷ്വലും വീഡിയോസും എല്ലാം നമ്മളെടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്താണ് നമ്മളെ കൊച്ചു മക്കള് അവിടെ കൊണ്ടുപോയി വിടുന്നത്. അത് നമ്മൾ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്നത്. അതേ തന്നെ പ്രതിഷേധം നമ്മൾ ചെയർപേഴ്സൺ വന്ന സമയത്തും ഉണ്ടായിരുന്നു. അപ്പം അവര് നമ്മളെ കേട്ട് അവര് പോകാൻ നമ്മൾ സമ്മതിച്ചു. സമരസമിതിക്കാർ ഒരു പ്രശ്നമില്ലാതെ പോയി. MLA സാർ വന്നിട്ട് എങ്ങനെയാ അവിടെ വണ്ടി നിർത്തി, വണ്ടി നമ്മളെ മേൽ കയറ്റി പോകേണ്ട രീതിയിലാണ്. അത്ര അടുത്ത് വന്നിട്ട് വണ്ടി ഇറങ്ങി എല്ലാവരെയും വാഗഞ്ഞ് മാറ്റി, സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും എല്ലാം ഉള്ളവരെല്ലാം വാഗഞ്ഞ് മാറ്റി. വിഷ്വൽ തന്നെ കാണാം, തള്ളി മാറ്റിയിട്ടാണ് പോയത്. വളരെ ധിക്കാരപരമായിട്ടില്ല. എന്നിട്ട് വേറെ അറിയാൻ കഴിഞ്ഞത്, നിങ്ങൾ വിഷ്വലിൽ കാണാം, ഒരു ഷർട്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഷർട്ട് കീറിയിട്ടെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാമാണ് നടക്കുന്ന പരിപാടികൾ. ഇത് ശരിക്കും ഒരു പ്രദേശത്തിന്റെ കുടിവെള്ളം നശിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. ആ തണല് എല്ലാവിടെയും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഇല്ലേ നമ്മൾ തിക്കോടി ഇപ്പൊ അടുത്ത് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവര് രാഷ്ട്രീയ സ്വാധീനവും മുനിസിപ്പാലിറ്റിന്റെ ഇതും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവരോട് ഒത്തൊരുമിച്ച് ഇത് നടത്തിക്കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകാന്നുള്ളൊരു അവസ്ഥയിലേക്കാണുള്ളത്. ഇതാണ് നമ്മൾ പ്രതിഷേധം നടത്തിയ കയ്യേറ്റ ശ്രമം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. കയ്യേറ്റം നിങ്ങൾക്ക് വിഷ്വൽ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാ കീറിയിട്ട് അയാൾ ചെയ്യുന്നത്. അയാൾ കളരിയെല്ലാം പഠിച്ച ആളാണ്. സ്ത്രീകളെല്ലാം പിടിച്ച് കൈയെല്ലാം പിടിച്ച് കാണുന്നില്ല നിങ്ങൾ, തിരിച്ചു മറിച്ചിട്ടെല്ലാം പോകുന്നുണ്ട്. ഈ സ്ഥലമായതുകൊണ്ട് മാത്രം വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ജനങ്ങളില്ലേ അത് നമ്മൾ അതേ എന്താണ് മനോഭാവത്തോടെയാണ് നമ്മളവിടെ പ്രതിഷേധം നടത്തിയിരുന്നത്. അതിന് നമ്മളെ ചെയർപേഴ്സൺ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടാണ് അവര് പോയത്. ആശമിക്കാം നമ്മൾ ആശങ്ക ഇതിനെ ഡയൽ സെന്റർ അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എങ്കിൽ കൂടി പെരുമാറാൻ അറിയല്ലോ. ഇത് ജനങ്ങളോടുള്ള ധിക്കാരം. നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയല്ലേ, ജനപ്രതിനിധിയല്ലേ. ഇത് മുളച്ചു വന്നതൊന്നല്ലല്ലോ. അങ്ങേയറ്റത്ത് പ്രതിഷേധമുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ആ രീതിയിൽ വേണ്ടെന്നുള്ള രീതിയിലാണ്. ഗർഭിണിയെല്ലാം തട്ടിമാറ്റിയിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പം വല്ലാത്തൊരവസ്ഥയാണ്. കയ്യേറ്റമല്ല ശ്രമം. അത് വിഷ്വല് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ശരി അജിത്ത്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ സ്വകാര്യ വ്യക്തിയുടെയാണ് ഈ ഡയാലിസിസ് സെന്റർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ വ്യക്തിയല്ല, ഒരു ട്രസ്റ്റോ അങ്ങനെയായിട്ടും ട്രസ്റ്റ് അല്ല, ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതിന്റെ ഒരു തണല് ആണ് അതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കൂടെ നിന്ന ആൾക്കാരാണ്. നല്ല രീതിയിൽ നമ്മൾ 2022 ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. നമ്മളെ കുടിവെള്ളം മുട്ടിയാൽ പ്രശ്നമല്ലേ. ആ രീതിയിൽ പറ്റിയിരിക്കുന്നവരെ എല്ലാ രീതിയിലും അവഗണിച്ച് ഇവര് മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയിട്ടുണ്ട്, നമ്മളെ സ്പീക്കർ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. എല്ലാം പോയിട്ട് ഇവരാ പരാതി കൊടുത്തു. നമ്മൾ കൊടുത്ത പരാതി ഒന്നല്ല. ഇവരിത് അത് ചെയ്യണം. നമ്മൾ നേരെ വഴിക്ക് പോകുന്നതാണെങ്കിൽ ഇങ്ങനെ പരാതി കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരും ഇപ്പൊ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവര് ആ കുഴിയില്ലേ, കക്കൂസ് കുഴി, അത് അടച്ച് ക്ലീൻ ചെയ്ത് മണ്ണിട്ട് മൂടണമെന്നുള്ള ഉത്തരവ് ഒന്നര മാസമായി ഉത്തരവ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്തിട്ട്. ഇതുവരെ അത് നടപ്പിലാക്കില്ല. അവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒന്ന് പറയും, ഇവര് അത് ചെയ്യാണ്ടിരിക്കും. അതുപോലെ പ്രീമൈസിലുള്ള കിണറ്റിലാണ് കുറെ കാലം ഈ അഴുക്ക് വെള്ളം ഒഴുക്കിയിട്ടുള്ളത്. ധിക്കാരപരമായിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അതിന് കൊട പിടിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇവരെല്ലാരും സ്വീകരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സ്വീകരിക്കുന്നത്. കൂടാതെ മുനിസിപ്പാലിറ്റി അതിന് ലൈസൻസ് കൂടി ഇല്ലാതെയാണ് സ്ഥാപനം 2023 ഇപ്പം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അതിന്റെ പാരഡോക്സ്. ഒരു ആരോഗ്യ സ്ഥാപനം ലൈസൻസും കൂടി ഇല്ലാതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം അവർക്ക് DMO ഉത്തരവിട്ട സമയത്ത് രോഗികളെ മാറ്റാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടാ ചെയ്ത്. അപ്പൊ ഇത് സോക്പിറ്റ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം രോഗികളെ മൊത്തം വടകര കൊണ്ടുപോയിട്ടാ ചെയ്യുന്നത്. ഇതെല്ലാം എന്തോ ഒരു ദുരൂഹത ഇതിന്റെ ഈ നടത്തിപ്പിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഇപ്പം പരിതപിക്കുന്നു. നമ്മൾ അതിനെ വേണ്ടി വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം വേറെ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം എപ്പോ പുറത്തു വരും, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ 4-ാം തീയതി ഇനി ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സോക്പിറ്റ് അവിടെ വെക്കാൻ പറ്റുന്നതല്ല. 30 മീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഡ്രിങ്കിങ് വാട്ടർ വെല്ലിന്റെ ചെയ്യണം എന്നുള്ള CPCB-ന്റെ ഉണ്ട്, NGT-ന്റെ ഉണ്ട്, കേരള ഇതിന്റെ പൊല്യൂഷൻ കൺട്രോൾ KPCB-ന്റെ ഉണ്ട്. എന്നിട്ട് എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അധികാരികൾ ഇവർക്ക് ഓരോന്നും ഇങ്ങനെ കൂട്ടുപിടിക്കുന്നത്. ഇത് പരിധി അതിന്റെ അങ്ങേയറ്റം കഴിഞ്ഞു. ആ രീതിയിലാണ്. എന്നിട്ട് നമ്മളല്ല ചെയ്ത്. അയാൾ ധിക്കാരത്തിലേക്ക് കയറി വരുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? ഹലോ, ഇതാണ് സംഭവം. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മള് സ്ത്രീകളെല്ലാം തരാൻ റെഡിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.